ഇത് നമ്മുടെ പ്രീതിയുടെ മിക്സിയാണ്. ഇതിൻ്റെ മിക്സി അഴിക്കാൻ പോവുകയാണ്. എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ കപ്ലർ എങ്ങനെ ഊരാം, ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് തിരിച്ച് ഇടാനും പറ്റും. അത് ആദ്യം നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ മിക്സിയുടെ ജാറ് നിൽക്കുന്ന ഭാഗം. ഇവിടെ നമുക്ക് ഈ കപ്ലർ ഊരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാ ഈ കപ്ലറിന് ചെറുതായിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇങ്ങനെ പൊക്കുക. സ്ക്രൂ ഡ്രൈവർ ഇതാ ഈ ഭാഗത്തുകൂടി ഇടാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് സൈഡ് കൂടി അഴിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് വളരെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്ക് സൈഡ് നമുക്ക് പിന്നീട് അഴിക്കാം. ഇതാ ഇതിലെ കപ്ലറിൻ്റെ ഇത് ജസ്റ്റ് അഴിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ കൊടുത്തതുപോലെ പ്രഷർ ചെയ്തു, മേലോട്ട് പ്രഷർ ചെയ്തു നമ്മൾ. അതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കട്ടിംഗ് പ്ലെയർ നല്ല പ്ലെയറുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് പ്രസ് ചെയ്ത് ഇതാ ഇങ്ങനെ ഇത്ര ഞാൻ ഊരി കഴിഞ്ഞത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഊരാൻ വേണ്ടി പറ്റി. ഇതിന് ത്രെഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ത്രെഡോ കാര്യങ്ങളോ ഇല്ല, ഒരു കട്ടിങ് മാത്രമാണുള്ളത്. അതേപോലുള്ള കട്ടിങ് നമ്മുടെ കപ്ലറിനും ഉണ്ടാവും. അത് സെയിം അവിടെ ലോക്കാക്കുകയാണ് ചെയ്യുന്നത്. മേലെ നിന്ന് ജസ്റ്റ് ഒന്ന് തട്ടി താഴ്ത്തിയാൽ മാത്രം മതി. ഇതാണ് കപ്ലറിൻ്റെ അടിഭാഗം. ഇനി മിക്സിയുടെ അടിഭാഗമാണിത്. ഇതിൻ്റെ സ്ക്രൂ, ഇതിനകത്തൊക്കെ സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ ഒക്കെ അഴിക്കുക. പിന്നീട് ഈ മോട്ടറുമായി ഈ അടിഭാഗത്തോടെ വിട്ട് വരാൻ വേണ്ടി ഈ 2 സ്ക്രൂവും കൂടി അയക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് മിക്സിയുടെ ഉൾഭാഗം. ഇതാണ് മിക്സിയുടെ മോട്ടോർ. ഇത് റോട്ടോറാണ്. ഇതാണ് നമ്മുടെ സ്വിച്ച് കണക്ഷൻ വരുന്നത്. ഇതാണ് കണക്ഷൻ വരുന്നത്. നമ്മൾ ഈ കണക്ഷൻ സീരീസ് ലാമ്പ് വെച്ച് ടെസ്റ്റ് ചെയ്യും. കണക്ഷൻ എങ്ങനെയാണ്, ശരിയുണ്ടോ എന്ന്, അല്ലെങ്കിൽ സ്വിച്ച് ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതേപോലെ ഈ വരുന്നത് എർത്തിൻ്റെ വയറാണ്. ഇവിടെ ഒരു സ്ക്രൂ കൊടുത്തിട്ട് എർത്ത് കൊടുത്തിരിക്കും. അതാണിത്. അതായത് ഇതാണ് മോട്ടോർ. ഇത് അടിയിലെ ഫാനാണ്. ഈ റോട്ടറിനൊന്നിച്ച് തന്നെ കിടക്കുന്ന ഫാൻ. ഇത് കറങ്ങുമ്പോൾ ഇത് മേലോട്ട് കാറ്റ് വരുമ്പോൾ ഇത് കൂളിംഗ് ആവും. സീരീസ് ലാമ്പ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ലാമ്പ് ടെസ്റ്റ് ഒന്നുകിൽ നമ്മളൊരു ബോക്സിലൊക്കെ ആക്കി നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ബൾബ്, നമ്മുടെ നോർമൽ ബൾബും പിന്നെ ഇതിനടിയിൽ നോർമൽ 2 കണക്ഷനും കൊടുക്കുക. അതിൻ്റെ ഒരു അറ്റം പ്ലഗിലേക്കും ഒരു അറ്റം ജസ്റ്റ് ഫ്രീ ആയിട്ട് വെക്കുക. എന്നിട്ട് വേറൊരു വയറെടുത്ത് ഈ പ്ലഗിലേക്ക് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ന്യൂട്രൽ ഫേസ് ഉള്ളതിൽ നമുക്ക് ഒരു ഭാഗം നേരിട്ട് ആ വയർ നേരിട്ട് പ്ലഗിലേക്കും മറ്റേ ഒരു പീസായിട്ടും, ആ പീസ് 2 പീസായിട്ടുണ്ടെങ്കിൽ സ്വിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് നമ്മൾ അവിടെ ഒന്നുമില്ല, ജസ്റ്റ് സ്വിച്ച് ഇല്ല, ആ സാധനം എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം ചെയ്യുക. കറണ്ട് അടിച്ച് ഷോക്ക് അടിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിൽ സീരീസ് ബൾബ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, അറിയാമെങ്കിൽ മാത്രം ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് ചെയ്യരുത്. മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. സീരീസ് ബൾബ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കയ്യുറ ഗ്ലൗസ് ഉപയോഗിക്കുക, റബ്ബർ ഗ്ലൗസ് ഉപയോഗിക്കുക. അതേപോലെ റബ്ബർ ഷൂ ഉപയോഗിക്കുക. വെറ്റായിട്ടുള്ളതല്ല, ഡ്രൈ ആയിട്ടുള്ള ഷൂ ഉപയോഗിക്കുക. വെള്ളത്തിൻ്റെ ഒരു അംശങ്ങളൊന്നും നിങ്ങളെ കൈക്കോ എവിടെയും പാടില്ല. ഷോക്ക് അടിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അറിയാമെങ്കിൽ മാത്രം അത് ചെയ്യുക. ഇല്ലെങ്കിൽ കറണ്ട് അടിച്ച് ഷോക്ക് അടിക്കരുത്. ഇതാ സീരീസ് ലാമ്പിൻ്റെ വയർ 2 കൊടുത്തു. അതേപോലെ എൻ്റെ കയ്യിൽ 2ൻ്റെ ഒരു പീസായിട്ടുള്ളതുണ്ട്. അതേപോലെ ഇതാ സീരീസ് ലാമ്പ് ഇവിടെയുണ്ട്.
ഈ സീരീസ് ലാമ്പിൻ്റെ വയറിംഗ് ഡയഗ്രം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഈ വയറുകൾ തമ്മിൽ മുട്ടുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തും. അതാണ് സംഭവം. അത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും കണക്ഷൻ കൊടുക്കുമ്പോൾ ആ ലൈറ്റ് കത്തുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ റൊട്ടേറ്ററി സ്വിച്ച് ചെക്ക് ചെയ്യുകയാണ്. ഇത് സീരീസ് ലാമ്പ് വെച്ചിട്ടാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ലാമ്പ് ഇവിടെ തന്നെയുണ്ട്. അതിൻ്റെ വയറിൻ്റെ അടുത്ത പീസ് എടുത്തിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിപ്പോൾ നേരിട്ടുള്ള കണക്ഷൻ ഡയറക്റ്റ് കൊടുത്തു. അപ്പോൾ ബൾബ് നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഇതിപ്പോൾ ഓണിൽ പൊസിഷനിലാണുള്ളത്. പക്ഷേങ്കിൽ ഈ സ്വിച്ച് വർക്കാവുന്നില്ല. സ്വിച്ച് വർക്കാവാത്തത് കൊണ്ടാണ് നമ്മുടെ മോട്ടറിലേക്ക് സപ്ലൈ കിട്ടുന്നില്ല, സംഭവം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഓക്കെ ആവും. പിന്നെ ഈ മോട്ടറും കാര്യങ്ങളൊക്കെ നല്ലതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബ്രഷ് ഇവിടെയാണ് ഇതിൻ്റെ ബ്രഷ് വരുന്നത്. ഇത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഈ സംഭവം പ്രസ് ചെയ്യുക. ശേഷം ഈ ബ്രഷ് റിമൂവ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ബ്രഷ്. ഇത് തയഞ്ഞുകൊണ്ടുണ്ടാവും. ഇതിൻ്റെ ഇവിടെ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് തയ്യുന്നത്. എന്നിട്ട് ഇതൊന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെക്കാം. പുതിയ ബ്രഷ് നമുക്ക് വാങ്ങിയിട്ട് ഇടാൻ വേണ്ടി പറ്റും. ബ്രഷ് ചേഞ്ച് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഇത് ഇവിടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇതിപ്പോൾ ബ്രഷ് അതേ പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ലോക്ക് ചെയ്യുകയാണ്. വളരെ സിമ്പിളായിട്ട് ലോക്കായി. ഇനി പുറത്തേക്ക് വരില്ല. ഈ സ്വിച്ച് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ നോബ് നമുക്ക് ഊരിയെടുക്കണം. ഇതിന് നോർമലി കുറച്ച് ടൈറ്റ് ഉണ്ടാവും പഴയതാകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഒരു കട്ടിംഗ് പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഒന്ന് വലിച്ച് ഊരിയെടുക്കുക. ഇത് കുറച്ച് ഞാൻ ലൂസാക്കി വെച്ചതാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ 2 സ്ക്രൂ ഊരിയെടുക്കുക. ഈ 2 സ്ക്രൂവും ഊരിയെടുത്തു. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ്. നമുക്ക് ഈ സ്വിച്ച് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ്. ഇത് പുതിയൊരു സ്വിച്ച് മേടിച്ച് വെക്കുക. ഇപ്പോൾ ഈ മിക്സിയുടെ എല്ലാ ഭാഗങ്ങളും, പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ഭാഗങ്ങളും കഴുകി ഉണക്കിയിരിക്കുകയാണ്. ഈ മിക്സിയുടെ ഇപ്പോൾ ഒരു ചെറിയൊരു ഫെയ്ഡ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഇത് മൊത്തം കഴുകി നല്ല വൃത്തിയിൽ ഉണക്കി. ഇനിയിപ്പോൾ ഇതിന് മേലെ നമ്മൾ ഒരു വാക്സ് ഈ വണ്ടിക്ക് കടിക്കുന്ന ഈ വാക്സ് കൂടി അടിച്ച് ഒന്ന് നല്ല ഫിനിഷിംഗ് ആക്കും. ഈ വാക്സ് ഓരോരോ തുള്ളിയായിട്ട് മുഴുവനും ഇട്ടിട്ട് അതിന് റൗണ്ടായിട്ട് അടിക്കുക. ഇത് ഇപ്പോൾ അടിച്ചിട്ട് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒരു കോട്ടൺ വേസ്റ്റ് എടുത്ത് നന്നായി തുടയ്ക്കേണ്ടതാണ്. വാക്സ് ഇട്ടതിന് ശേഷം കുറച്ചും കൂടി ഷൈനിങ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു സ്വിച്ച് മേടിച്ചിരിക്കുകയാണ്. അത് ഇപ്പോൾ ഇവിടെ ഫിറ്റ് ചെയ്തു. ഇനി ബാക്കി കണക്ഷനൊക്കെ കൊടുക്കാം. അതേപോലെ ഇത് കാർബൺ ബ്രഷാണ്. ഏതായാലും അഴിച്ച അവസ്ഥയ്ക്ക് അതുകൂടി മാറ്റാമെന്ന് വെച്ച് വാങ്ങിയതാണ്. അപ്പോൾ അതുകൂടി മാറ്റാം. ഇപ്പോൾ ഇത് മുമ്പേ ഉണ്ടായ പഴയ ബ്രഷാണ്. ഇത് പുതിയ ബ്രഷാണ്. ഇതിൻ്റെ അളവ് നമുക്ക് പരിശോധിക്കാം. ഇത് നോർമൽ എല്ലാത്തിൻ്റെയും ഒരേ അളവായിരിക്കും. ഇതിപ്പോൾ ഇത്രയും ഭാഗം ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ആദ്യത്തെ
അത്രയും ഭാഗം ഇതിൻ്റെ തയഞ്ഞ് പോയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാറ്റുന്നത് കൊണ്ട് കുഴപ്പമില്ല, നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റുന്നതാണ് നല്ലത്. ഇത് നമ്മൾ ബ്രഷ് റിമൂവ് ചെയ്ത സ്ലോട്ടാണ്. അവിടേക്ക് നമ്മൾ നേരത്തെ ഈ വാങ്ങിയ ബ്രഷ് അതായത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഈ സ്പ്രിങ്ങോട് കൂടിയിട്ടുള്ള സാധനം പ്രസ് ചെയ്തിട്ട് ഈ ക്ലിപ്പ് ഇത് ഇവിടെ ഇൻസേർട്ട് ചെയ്യും. ഇവിടെ ഓക്കെ. അതായത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ലോക്കായി, ഇത് പുറത്തേക്ക് വരില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ സ്വിച്ചിൻ്റെ എല്ലാ കണക്ഷനുകളും കൊടുത്തിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ സ്ക്രൂ എവിടെയൊക്കെ ചെയ്യുന്ന അവിടെയൊക്കെ ഗ്രീസ് ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് പിന്നീട് ഊരിയെടുക്കുമ്പോഴും എപ്പോഴും ത്രെഡ് പോവാതിരിക്കുവാനും പല ഉപകാരങ്ങളും ഈ ഗ്രീസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ട്. അതുകൊണ്ട് ഗ്രീസ് നമ്മളെല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. സ്ക്രൂ നെട്ടും ബോൾട്ട് ടൈറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു ഗ്രീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പാർട്ടായിട്ട് നമ്മൾ അസംബിൾ ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ കണക്ഷനും കൂടി കൊടുത്തു. ഈ ഗ്രീൻ യെല്ലോ വയറാണ്, എർത്തിൻ്റെ കണക്ഷനും കൂടി കൊടുത്തു. എല്ലാ സ്ക്രൂവും ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നോബ് ഫിറ്റ് ചെയ്യുകയാണ്. നോബ് ഫിറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ കപ്പർ ഫിറ്റ് ചെയ്യുകയാണ്. നല്ലപോലെ പ്രസ് ചെയ്യുക. ഫ്രീ ആയി കറങ്ങുന്നുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ നേരത്തെ ഉണ്ടായ റൊട്ടേറ്റർ സ്വിച്ചാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടി ഇതിന് സ്ക്രൂവോ ഒന്നും തന്നെയില്ല. ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുകയാണ്. ഇതാണ് നമ്മൾ പ്രസ് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ ആക്കുകയാണ്. ഇതിനകത്ത് ഉള്ള ലെഗ് ഇതാണ്. ഇത് സ്പ്രിങ് ആണ്. ഇവിടേക്ക് ഇത് മെയിൻ കണക്ഷൻ വരുന്നതാണ്. ഇത് റൊട്ടേറ്റായിട്ട് ഇതിന് ഓരോ സ്ഥലത്തായിട്ട് ടച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഈ ലെഗ് നമ്മൾ തിരിക്കുമ്പോൾ ടച്ച് ആവുന്നതാണ്. ഇതിൻ്റെ കാർബണും ഇതിൻ്റെ തേയ്മാനവും കൊണ്ടാണ് ഇത് കണക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടാത്തത്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേങ്കിൽ നമുക്ക് പുതിയത് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. കഴിയുന്നതും പുതിയത് തന്നെ വാങ്ങി ഉപയോഗിക്കുക. പിന്നീട് കംപ്ലൈൻറ്റുകളില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പുതിയത് യൂസ് ചെയ്യാൻ. ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. മിക്സി ഈ മിക്സി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഒരു മിക്സി റിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയവും. നമ്മൾ ഏകദേശം എല്ലാ സംഭവങ്ങളും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.